കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല്, നവകം, ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കണ്ണൻ നല്ല സന്തോഷത്തിലാണ്. എന്തൊരു ഭംഗിയാറിയോ ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ. നല്ല കൗതുകണ്ട്. വലത്തെ കുഞ്ഞിക്കാലുമ്മല് പൊന്തളുണ്ട്, ഇടത്തെ കാലുമ്മലും പൊന്തളകൾ, രണ്ട് കാലുമ്മലും പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. ഇടത്തെ കാലം ഒരു കുടത്തിന്റെ മുകളിൽ ചവിട്ടിയും കൊണ്ടാണ് നിൽക്കുന്നത്. വലത്തെ കാലം നിലത്ത് വെച്ചുകൊണ്ട് ഇടത്തെ കാലം ഒരു കുടത്തിന്റെ മുകളിൽ ചവിട്ടിക്കൊണ്ട് എന്താ ഉയരത്തിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയായിട്ടാണ് നിൽക്കുന്നത്. രണ്ട് കാലുമ്മലും പൊന്തളകളുണ്ട്, പട്ടുകോണ കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് ഇങ്ങനെ പറ്റി കിടക്കുന്നുണ്ട്. ഒരു മിടുക്കനൊരു ഉണ്ണിയിട്ടോ. നല്ല കൗതുകമുണ്ട് കാണാൻ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ട് മാല, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. വലത്തെ കയ്യിൽ ഒരു ഓടക്കോഴ, അതിങ്ങനെ ചുമലിക്ക് ഇങ്ങനെ ചെരിച്ച് പിടിച്ചും കൊണ്ടാ തോളത്ത് ഇങ്ങനെ വെച്ചും കൊണ്ടാ പറയില്ല, അങ്ങനെയാണ് നിൽക്കണത്. ഇടത്തെ ഭാഗത്ത് എങ്ങനെ വെച്ചാൽ ഇടത്തെ ഭാഗത്ത് ഒരു ഉറി തൂക്കിക്കിടങ്ങുന്നത്. ആ ഉറിയിൽ ഒരു വെണ്ണക്കുടം നിൽക്കണം. ആ വെണ്ണക്കുടം ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ചെരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇന്ന് വെണ്ണ ഇങ്ങനെ ചുമലിൽ കൂടെ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെ വെണ്ണ ഒഴുകി ആ വെണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിക്കണ്ണൻ ഇടത്തെ കാലം ഒരു കുടത്തിന് മുകളിൽ ചവിട്ടി ഏന്തി എടുക്കുകയാണ് വെണ്ണക്കുടം ഉറിയുന്നിട്ട്. അങ്ങനെ ഒരു ഭാവത്തിലാണ് ചാർത്തിരിക്കണത്. അമ്പാടിത്തെ പല പല ഭാവങ്ങളാണ് ശ്രീലകത്ത് ചാർത്തുന്നത്. ഇപ്പം അങ്ങനെയാണ്. ഒരു കുട കമത്തി വെച്ച് ആ കുടത്തിൻ്റെ മുകളിൽ ഇടത്തെ കാലോട് ചവിട്ടി ഏന്തി ഉറിയുന്ന വെണ്ണ എടുത്ത് ആ വെണ്ണ അങ്ങനെ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. വെണ്ണക്കുടം വഴിന്ന് വെണ്ണ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ചുമലിലൊക്കെ ആയിട്ടുണ്ട് വെണ്ണ. അങ്ങനെ നിൽക്കുന്ന ഒരു പൊന്നുണ്ണിക്കാണ്. നല്ല വികൃതി, ഒരു വെണ്ണക്കൊതിയൻ. അങ്ങനെ ഇന്ന ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകമുണ്ട് ഗുരുവായൂരപ്പ. അതുപോലെ ചെവിയിൽ, രണ്ട് ചെവിയിലും ഗോപീതിലകങ്ങൾ, നെറ്റീമിൽ ഒരു ഗോപീതിലകം. നല്ല പുഞ്ചിരി, മുഖം കാണണം. എന്തൊരു കൗതുകം അറിയോ കാണാൻ. നല്ല ഭംഗിയുള്ള മുഖം. അടിത്തൊട്ട് മുടി ഒരു ഒരേ അനുപാതത്തിൽ ഇങ്ങനെ ചാർത്തിയാൽ നല്ല ഇതിലായിട്ട് പറയും. നല്ല പാകമായിട്ടുള്ള ഒരു ഉണ്ണിക്കണ്ണനായിട്ട് തന്നെയാണ് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. എന്താ ഇതുകൊണ്ട് ചന്ദനം കൊണ്ട് 3 പീലിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. എല്ലാം കൗതുകമുണ്ട്. അല്ല ആ പുഞ്ചിരി തൂക്കിയും കൊണ്ട് ആ വെണ്ണക്കുടത്തുനിന്ന് ഇടത്തെ കൈകൊണ്ട് വെണ്ണക്കുടം ചെരിച്ച് പിടിച്ച് വലത്തെ കൈയിൽ ഒരു ഉടക്കോഴ ചുമലിലേക്ക് ഇങ്ങനെ ചാച്ചി പിടിച്ചിങ്ങനെ എന്താ വേണ്ടി ഇങ്ങനെ പിടിക്കില്ല. അങ്ങനെ നിൽക്കണത്, നിപ്പാ നിൽക്കണത്. നല്ല കൗതുകമുണ്ട്. ഇതിനകത്തൊക്കെ നോക്കിയാൽ തന്നെ നല്ല സന്തോഷമാണ് നിപ്പ് കാണാൻ തന്നെ. അതുപോലെ തിരുമുടി മാലകൾ 2 ഒന്ന് ചുവന്ന തെച്ചി കൊണ്ടുള്ള തിരുമുടി മാല, മറ്റത് വെളുത്ത പൂവും തെച്ചിയായിട്ടൊരു തിരുമുടി മാല. അങ്ങനെ 2 തിരുമുടി മാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള ഒരു ഉണ്ടമാല. ഉണ്ടമാല പറഞ്ഞ വനമാലയാണ്. അതെങ്ങനെ വെച്ചാൽ തെച്ചി ധാരാളമായിട്ട് ഇടയിൽ തുളസി പൂക്കളായിട്ട് നല്ല ഭംഗിയുണ്ട്. തടിച്ചുരുണ്ട ഒരു ഉണ്ടമാലയും 2 തിരുമുടി മാലയും. അതിന് നടുവിലാണ് പൊന്നുണ്ണിക്കന്നെ വലത്തെ കാലം അമർത്തി ചവിട്ടി ഇടത്തെ കാലം ഒരു കുടത്തിന് മുകളിൽ ചവിട്ടി മുകളിൽ ആ വെണ്ണക്കുടത്തുനിന്ന് വെണ്ണ കഴിക്കുക. മഹാവികൃതി. യശോദമ്മേൻ്റെ ഒരു വികൃതിക്കുട്ടം തന്നെയാണ് നമ്മുടെ കണ്ണൻ. അങ്ങനെയാണ് നിൽക്കണത്. നല്ല കൗതുകമായിട്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തിരുമുടി മാലകളുടെ മുകളിൽ വിധാനമായിട്ട് 4 മാലകൾ. എല്ലാം കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളത്. നടുവിൽ മാത്രം തുളസിയും താമരയായിട്ട് 1. അങ്ങനെ ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല രസമാണ്. അത് നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാലും മതിയാവില്ല, അത്ര രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. നാരായണീയം ദശകം 98, ശ്ലോകം 2, മലയാള വിവർത്തനം. ജന്മം കർമ്മങ്ങൾ നാമം സ്ഫുടമിക ഗുണവും ദോഷവും നിന്നിലില്ല. ലോകത്തിൻ പാലനെ നീ സ്വയം ഇവകൾ ഒരിക്കുന്നു മായാനുസാരം. രൂപാതീതൻ ലസിപ്പൂ ബഹുവിധ തനുവായി ശക്തിയാൽ ആത്മാവാം നീ. കൈവല്യമൂർത്തേ പരരസ നിറവേ ഞാൻ നമിക്കുന്നു വിഷ്ണു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തത് ആ പൊന്നുണ്ണിക്കണ്ണൻ മഹാവികൃതിയായിട്ട് യശോദമ്മ ഉറിയിൽ കയറ്റിച്ച വെണ്ണക്കുടം ചെരിച്ചെടുക്കാൻ വേണ്ടി അപ്പം ഇടത്തെ കൈ കൊണ്ട് വെണ്ണക്കുടം ചെരിച്ച് പിടിച്ച് വെണ്ണ എടുത്ത ഭാവിക്കുന്നതൊക്കെ കാണാൻ നോട്ടം ഭക്തജന്മാരുടെ മുഖത്തൊക്കെയാണ് നോക്കണത്. എല്ലാവരും വന്നോളൂ, ഞാൻ വെണ്ണ തരാമെന്നുള്ള ഭാവത്തിലാണ് ശ്രീലകത്ത് നിൽക്കണത് കേട്ടോ. ആ ഇടത്തെ കാല് കയറ്റി വെച്ച് ഇടത്തെ കൈ കൊണ്ട് ആ വെണ്ണക്കുടം ചേച്ചാൽ വെണ്ണ ഇങ്ങനെ ഒഴുകി തോട്ടത്തേക്ക് വീണ്ടും വെണ്ണ ഉരുളകളായിട്ട് അങ്ങനെ നിൽക്കണ ഒരു ഉണ്ണിക്കണ്ണൻ. കൂട്ടുകാരൊക്കെ വന്നില്ലേ എന്നുള്ള ഭാവത്തിലാണ് നോക്കണത്. ഇപ്പം ഭക്തന്മാരായ നമ്മളെ നോക്കണം, നമുക്ക് വെണ്ണ തരാൻ വേണ്ടിയിട്ട്. ആ വെണ്ണ പ്രസാദത്തിന് വേണ്ടി നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദം അങ്ങോട്ട് മുറുകെ പിടിക്കാം, നമസ്കരിക്കാം. കണ്ണ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തിരുമുഖത്തേക്ക് നോക്കുക. എന്താ കൗതുകം! ആ തിരുമുഖം നോക്കി ആ സച്ചിദാനന്ദക്കട്ട ഒരു ആനന്ദക്കട്ട തന്നെയാണ് ശ്രീലകത്ത് നിൽക്കണത്. ഇങ്ങനെ വിവിധ ഭാവങ്ങൾ അമ്പാടിയത്തെ കാണിക്കണത് കേട്ടോ അവിടെ. അതന്നെ ഒരു സന്തോഷമല്ലേ. അങ്ങനെ നിൽക്കണം. ഉണ്ണിക്കണ്ണൻ്റെ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. ഈ കലികാലത്ത് അതേ രക്ഷയുള്ളൂ, നാമം ജപിക്കന്നെ നാമം ജപിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 നാരായണ
നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ നാരായണ ഹരേ ഹരേ